പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ നടന്നിരുന്നതായി NIA. കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് വീണ്ടെടുത്ത ഡിജിറ്റൽ രേഖകളെ ഉദ്ധരിച്ച് ദി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. 2025 ഏപ്രിൽ 22-നുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട് 2025 ഡിസംബറിൽ ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. 2025 ജൂലൈ 28-ന് ശ്രീനഗറിലെ ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ഫോണിൽ നിന്ന് ഏപ്രിൽ 15-16 തീയതികളിലെ 2 മാപ്പ് സ്ക്രീൻഷോട്ടുകൾ കണ്ടെടുത്തു. പർവ്വതാരോഹകർക്കും ട്രക്കിങ്ങിനുമായി ഉപയോഗിക്കുന്ന ഒരു GPS അധിഷ്ഠിത മൊബൈൽ ആപ്പ് വഴിയാണ് ഭീകരർ ലൊക്കേഷൻ കൈമാറിയത്. ഇത് ഏപ്രിൽ 15 മുതൽക്കേ ആക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നതിന്റെ തെളിവാണ്. ഫൈസൽ ജാട്ട്, ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി എന്നീ 3 ഭീകരർ ആക്രമണത്തിന് തലേദിവസം പഹൽഗാമിലെ ഉയർന്ന പ്രദേശത്തുള്ള പർവേസ് അഹമ്മദ് എന്നയാളുടെ താൽക്കാലിക മൺപുരയിൽ എത്തിയിരുന്നു. പർവേസും അദ്ദേഹത്തിന്റെ അമ്മാവൻ ബഷീർ അഹമ്മദും ഇവർക്ക് ഭക്ഷണവും ഒളിത്താവളവും ഒരുക്കിയിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. സുരക്ഷാ ഏജൻസികൾ സംരക്ഷണം നൽകിയിട്ടുള്ള ഒരു സാക്ഷിയുടെ മൊഴി പ്രകാരം 2024 സെപ്റ്റംബറിൽ ഗോഗൽദാര വനമേഖലയിൽ വെച്ച് ഡ്രോൺ വഴി ഭീകരർക്ക് ഒരു മഞ്ഞ പാക്കറ്റ് ലഭിച്ചിരുന്നു. സാജിദ് ജാട്ടിന്റെ നിർദ്ദേശപ്രകാരം എത്തിയ പാക്കറ്റിൽ 20 പിസ്റ്റളുകളും 15 ലക്ഷം രൂപയും ത്രികോണാകൃതിയിലുള്ള ബോംബുകളും ഉണ്ടായിരുന്നു. NIA പിടിച്ചെടുത്ത 2 മൊബൈൽ ഫോണുകളും പാകിസ്ഥാനിൽ വിൽക്കപ്പെട്ടവയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ തയ്യബയുടെയും അതിന്റെ നിഴൽ സംഘടനയായ ദി റെസിഡൻസ് ഫ്രണ്ടിന്റെയും കമാൻഡറായ അലി സാജിദാണ് പാകിസ്ഥാനിലിരുന്ന് ആക്രമണം പൂർണ്ണമായി നിയന്ത്രിച്ചത്. എൻക്രിപ്റ്റഡ് ആശയവിനിമയ ശൃംഖല വഴിയാണ് ഇയാൾ ഭീകരർക്ക് വഴികാട്ടിയതും ഡ്രോൺ വഴിയുള്ള ആയുധ വിതരണം ഏകോപിപ്പിച്ചതെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി 1000-ലധികം സാക്ഷികളെയാണ് NIA ചോദ്യം ചെയ്തത്.